എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ കുക്കർ മന്തിയുടെ റെസിപ്പി കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു, കുറച്ച് സ്പൈസസ് ഒന്ന് ആഡ് ചെയ്തു, ഉപ്പും കൂടി ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം നേരത്തെ കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് അതൊന്ന് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നേ. അപ്പം അരി ഒരു അര വേവാകുമ്പോൾ കോരി എടുക്കണമെന്ന് പ്രത്യേകം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചോറ് നന്നായിട്ട് കിട്ടത്തില്ലേ. അപ്പം മീനാക്ഷിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഉത്സാഹം. അങ്ങനെ ആദ്യം തൊട്ടേ മീനാക്ഷി സഹായത്തിനുണ്ടായിരുന്നു. അരി ഒരു അര വേവായപ്പോഴത്തേക്ക് നമ്മളൊരു വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് കോരി മാറ്റി. അങ്ങനെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരല്പം ചെറിയ ജീരകം, പെരുംജീരകം, ഗ്രാമ്പു, കുരുമുളക്, ഡ്രൈ ലെമൺ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് പൊടിച്ചെടുത്ത് എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ മസാല ചേർത്തു. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മാഗി ക്യൂബ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് ചിക്കനിലോട്ട് നന്നായിട്ടങ്ങ് പുരട്ടി വെച്ചേ. ഇത് കുറച്ച് സമയത്തേക്ക് ചിക്കൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചേ. എന്നിട്ട് ഒരു കുക്കറിലോട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്തു. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ പറക്കി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഒരു തക്കാളിപ്പഴം ഞാൻ ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തു. പിന്നെ കുറച്ച് ബട്ടറും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കുക്കർ അങ്ങ് അടച്ചു വെച്ചേ. അപ്പം ചിക്കന് ഒരു 1-2 വിസിലിൻ്റെ ആവശ്യമുള്ളായിരുന്നു. ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് റൈസ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും കുക്കറിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ചോറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ അരി വേവിച്ച ആ പാത്രത്തിൽ തന്നെ അല്പം ബട്ടർ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുക്കറിൽ വെന്ത ചിക്കൻ മാറ്റി അതിലേക്ക് നമ്മൾ നേരത്തെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ടേ. അപ്പോൾ ഈ റൈസിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ മന്തി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നന്നായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളത്തിൽ ചാലിച്ചിട്ട് അതൊരല്പം ചേർത്തു. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടു. അതിലേക്കൊരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തേ. പിന്നെ നെയ്യ് ഒഴിക്കണോ വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നെയ്യ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ തൊട്ട് ഒഴിക്കാനൊരു അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ടേസ്റ്റിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നേ. പിന്നെ മന്തി റൈസിൻ്റെ കൂടെയുള്ള തക്കാളി ചട്നിക്ക് വേണ്ടി തക്കാളിപ്പഴം, പച്ചമുളക്, അല്പം വെളുത്തുള്ളി, പിന്നെ നാരങ്ങാ നീര്, ഉപ്പ്, പിന്നെ ഒരല്പം വെള്ളം ഇത്രയും കൂടെ ചേർത്ത് അരച്ചെടുത്തു. പിന്നെ പുതിനയില ചേർക്കണമായിരുന്നു, അത് ഞാൻ ഒന്ന് അരച്ചപ്പോഴോർത്ത് പിന്നെ അതും കൂടെ ചേർത്താണ് തക്കാളി ചട്നി റെഡിയാക്കിയെടുത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആവുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പച്ചമുളക് കുത്തി വെച്ചാണ്. അപ്പോൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തക്കാളി ചട്നി റെഡിയാക്കി വന്നപ്പം ഒരല്പം പുളി കൂടിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നാലും നന്നായിരുന്നേ. പിന്നെ അതിലേക്കുള്ള മയോണൈസ് കൂടെ റെഡിയാക്കിയെടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മയോണൈസ് ആയിരുന്നേ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ മന്തി കഴിച്ചിട്ട് ബാക്കി വന്ന മയോണൈസിൽ കടയിൽ നിന്ന് ബന്നെടുത്തിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് ഈ മയോണൈസ് കൂടെ ചേർത്ത് കഴിച്ച് സൂപ്പറായിരുന്നു. അടുത്തത് സലാഡായിരുന്നു. കറക്റ്റ് വേർഡ് സാലഡ് എന്നായിരുന്നെങ്കിലും നമുക്ക് സലാഡെന്ന് പറഞ്ഞാലേ തൃപ്തി വരൂ. അപ്പോൾ ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, അല്പം ഉപ്പ്, ലെമൺ ജ്യൂസ് ഇത്രയും കൂടെ ചേർത്ത് സലാഡ് റെഡിയാക്കി എടുത്തു. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് സലാഡ് റെഡിയാക്കിയത്. പക്ഷേ ആദ്യമേ സലാഡ് റെഡിയാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ അതിനകത്ത് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് ടേസ്റ്റ് ആയിരുന്നേനെ. അപ്പം ആ ഒരു കാര്യം മാത്രം നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നേ. അങ്ങനെ എൻ്റെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. കൂടുള്ള മയോണൈസ്, ടൊമാറ്റോ ചട്നി, സാലഡ് എല്ലാം റെഡിയാക്കി നമ്മളൊരു വലിയ പാത്രത്തിലോട്ട് നമ്മുടെ മന്തി അങ്ങ് തട്ടിയേ. സത്യം പറയാലോ, ലുക്കും എനിക്ക് ഈ ഫോട്ടോ ഇങ്ങനെ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ കാണാനും കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മന്തി പോലെ ആയിരുന്നു ടേസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത്ര ടേസ്റ്റായിരുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് സമയം നമ്മൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊന്നുകൂടെ കഴിക്കാനെടുത്തപ്പോൾ ഇതിലും ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് എടുത്തു, കൂടുള്ള മയോണൈസും ചട്നിയും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നല്ല സൂപ്പറായിട്ട് അങ്ങ് കഴിച്ചു കേട്ടോ. അതുപോലെ ചിക്കനിലെ മസാല സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ചെയ്തെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുകഴ്ത്തുകയെന്ന് വിചാരിക്കില്ലേ, യൂട്യൂബിൽ കണ്ട് ചെയ്തെങ്കിലും സംഗതി സൂപ്പറായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പൊന്നും ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കാണാവേ.